അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഖുർആൻ അകമ്പൊരുളിൽ സൂറത്ത് ബഖറയിൽ 62-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൽക്കർമ്മങ്ങളുണ്ടായിരിക്കുക എന്ന ഹെഡിങ്ങിൽ പൊരുളുകാരൻ പറയുന്നത്, പ്രവാചക വഴികളിലൂടെ ലഭിച്ച വെളിച്ചം കലർപ്പില്ലാതെ ഉൾക്കൊള്ളുകയും അത് കർമ്മമായി ജീവിതത്തെ പുഷ്കരമാക്കുകയും ദൈവവഴിയിൽ പരലോകമുക്തി ബോധ്യം കൈവരികയുമാണെങ്കിൽ അയാൾ ഈശ്വരകൃപക്കും മോക്ഷത്തിനും അർഹനാണ് എന്നാണ്. ഇവിടെ പ്രവാചക വഴികളിലൂടെ ലഭിച്ച വെളിച്ചം കലർപ്പില്ലാതെ ഉൾക്കൊള്ളുക എന്ന് പൊരുളുകാരൻ അടിവരട്ടത് പൊരുളുകാരൻ മറന്നുപോയിട്ടുണ്ട്. ഇവിടെ കലർപ്പില്ലാത്ത വേദങ്ങൾ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരിലൂടെ ലഭിച്ച വെളിച്ചം ഏതാണുള്ളത്? വിശുദ്ധ ഖുർആനല്ലാത്ത മറ്റൊന്ന് എടുത്തു കാണിക്കാൻ പൊരുളുകാരന് സാധ്യമാവുമെങ്കിൽ അത് അയാൾ എടുത്തു കാണിക്കേണ്ടതാണ്. ഒഴിഞ്ഞു മാറി വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ കൈയാളുകയും ഖുർആനിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതിൻ്റെ അർത്ഥത്തിലും വാക്യത്തിലും വാചകത്തിലും ഒക്കെ എടുത്തുകൊണ്ട് വേണം ഒന്നാമതായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൈയാളാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം തൻ്റെ വാദത്തിന് അനുകൂലമായിട്ട് ചില ഖുർആൻ ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നിതാണ്, നിങ്ങളുടെയോ വേദക്കാരുടെയോ വ്യാമോഹമനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ദുഷ്പ്രവൃത്തി ചെയ്തത് ആരായിരുന്നാലും അത് അവൻ അനുഭവിക്കും. അള്ളാഹുവിനെ കൂടാതെ സഹായിയായോ രക്ഷകനോ ആയി ആരുമുണ്ടാകില്ല. ഇത് സൂറത്ത് നിസായിലെ ലൈസബി യമാനിജിക്കും വല അമാനിജി അഹ്ലിൽ കിതാബി എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇവിടെ അതിൽ അടിവരട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ദുഷ്പ്രവൃത്തി ചെയ്തത് ആരായിരുന്നാലും അത് അവൻ അനുഭവിക്കുന്ന. ഇവിടെ ലോകമതങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ മാത്രമല്ല, ഈ വേദങ്ങളടക്കം പരിശോധിച്ച് നോക്കിയാൽ അതിലൊക്കെ ഉള്ളതെന്താണ്? ശിർക്ക് കലർന്നിട്ടുള്ള അധ്യാപനങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. ബൈബിളാവട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ വേദങ്ങളാവട്ടെ, അതൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഒഴിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ പഴയ നിയമങ്ങളാണ് ഇന്ന് ഒഴിച്ചു നിർത്താൻ പറ്റുക, ശിർക്കുമായി ബന്ധപ്പെട്ട്. ബൈബിൾ പുതിയ നിയമത്തിലാണെങ്കിൽ ഇത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഈ ശിർക്കിനേക്കാൾ വലിയ ദുഷ്കർമ്മം ഏതാണുള്ളത്? ഈ ആയത്തിൽ പറഞ്ഞത് ദുഷ്പ്രവൃത്തി ചെയ്തത് ആരായിരുന്നാലും അത് അവൻ അനുഭവിക്കുന്ന. അപ്പോൾ ഈ വേദക്കാർ രക്ഷപ്പെടുമോ? വിശുദ്ധ ഖുർആന് കറകളഞ്ഞ തൗഹീദാണ് അതിനെ പഠിപ്പിക്കണതെങ്കിൽ ഇവിടുത്തെ മറ്റ് മതങ്ങളിലുള്ള ആളുകൾ അവരുടെ വേദങ്ങൾ അത് ഈ ശിർക്കാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തേത് സൂറത്ത് ആലി ഇമ്രാനിലുള്ളൊരായത്താണ്. ആലി ഇമ്രാൻ്റെ അവസാനത്തെ ഉള്ള ആയത്ത്, നിനക്ക് അവതരിച്ചതിലും തങ്ങൾക്ക് അവതരിച്ചതിലും വിശ്വസിക്കുന്ന ദൈവഭക്തരായ ആളുകൾ വേദക്കാരിലുണ്ട്. ഉമിൻ അഹ്ലിൽ കിതാബി മൻ യുമിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം. അവർ ദൈവിക വചനങ്ങളെ തുച്ഛവിലക്ക് വിൽക്കാൻ തയ്യാറാകാത്തവരാണ്. ലാ യസ്തറൂന ബി ആയാത്തില്ലാഹി സമനം ഖലീല. അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ പുണ്യങ്ങളുണ്ട്. ദൈവം പെട്ടെന്ന് കണക്ക് നോക്കുന്നവനാണ്. ഇവിടെയും
190 സൂറത്ത് ആലിമ്രാനിലെ 199 ഈ ആയത്തിൽ പറഞ്ഞാൽ എന്താണ്? അതും തൻ്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, അള്ളാഹുവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അവതരിച്ചതിൽ, നിങ്ങൾ എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? ഇവിടെ പൊരുളുകാരൻ അർത്ഥം പറഞ്ഞപ്പം നിനക്ക് അവതരിച്ചതിലും എന്നാണുള്ളത്. നിങ്ങൾക്ക് അവതരിച്ചതിലും തങ്ങൾക്ക് അവതരിച്ചതിലും എന്നാണ് ഖുർആനിലുള്ളത്. ലമയുമിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം. അതിൽ തന്നെ ദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ളത് വിട്ടുകളഞ്ഞിട്ടുണ്ട്, ലമയുമിനു ബില്ലാ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വൈനമിൻ അഹ്ലിൽ കിതാബി ലമൻ യുമിനു ബിമാ ഉൻസില ഇലൈക്ക വമാ ഉൻസില ഇലൈഹിം എന്നാണ് ഉണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഒരു ഭാഗം വിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇനി അത് അദ്ദേഹത്തിന് അബദ്ധം പറഞ്ഞതാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവതരിച്ചത് എന്ന് പറയുന്നത് ആരോടാണ്? സത്യവിശ്വാസികളോടാണ്. അതായത് ഖുർആനിൽ വിശ്വസിക്കുകയും അതോടൊപ്പം തങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതിൽ വിശ്വസിക്കുകയും ചെയ്യുകയും ഹാഷിയനലില്ല, ദൈവഭക്തരായ ആളുകൾ. അങ്ങനെയുള്ള ദൈവഭക്തർക്കാണ് ഇത് പ്രയോജനം ചെയ്യാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഏത് മതക്കാർക്കും വേദക്കാർക്കും എങ്ങനെ ജീവിച്ചാലും മോക്ഷം കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് രക്ഷ കിട്ടുമെന്ന് ഖുർആൻ എവിടെയും പറയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ സമർത്ഥിക്കുകയാണ് ഇവിടെ. പൂർവ്വപ്രവാചകന്മാരുടെ തുടർച്ചയായി നാം ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു. മറിയമിൻ്റെ മകൻ ഈസായെ നാം നിയോഗിച്ചു. അദ്ദേഹത്തിന് നാം ഇഞ്ചീൽ നൽകി. അദ്ദേഹത്തെ അനുധാവനം ചെയ്തവരുടെ മനസ്സുകളിൽ ദയയും കരുണയും നാം ഉണ്ടാക്കി. നാം അവർക്ക് നിയമമാക്കിയിരുന്നതല്ലെങ്കിലും അവർ ദൈവപ്രീതി മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയ സന്യാസത്തോട് അവർ നീതി പുലർത്തിയില്ല. അവരിലെ വിശ്വാസികൾക്ക് നാം പുണ്യം നൽകി. അവരിൽ അധിക പേരും ആത്മവഞ്ചന നടത്തുന്നവരാണ്. ഇത് സൂറത്ത് അഹ്ഖാഫിൻ്റെ അവസാനത്തിലുള്ള ഒരായത്താണ്. ഇവിടെയും യഥാർത്ഥത്തിൽ സൂറത്ത് ഹദീദിൻ്റെ അവസാനത്തിലുള്ള ഇവിടെയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് എന്താണ്? അവരിലെ വിശ്വാസികൾക്ക് നാം പുണ്യം നൽകുന്നത്. ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഏതിൽ വിശ്വസിക്കുന്നവർ. ഇവിടെ ഖുർആൻ അവതരിക്കുമ്പോൾ വിശ്വാസികൾ എന്ന് മാത്രമല്ല, ഇവിടെ വിശ്വാസം എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള സംഗതിയാണ് ഖുർആൻ എടുത്തു പറയുന്നത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അകമ്പൊരുളുകാരൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, സൽക്കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. ആ സൽക്കർമ്മങ്ങളിൽ അനുഷ്ഠാനങ്ങൾ പെടില്ല. മറ്റൊന്ന്, വേദക്കാരെ തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നൽകപ്പെട്ട ഇതര വേദങ്ങളും സ്ഥാപിക്കാൻ പരിശ്രമിക്കാതിരുന്നാൽ നിങ്ങൾ ഒന്നിനും കൊള്ളരുതാത്തവരായിത്തീരും. ജസ്തും അലാ ഷൈൻ ഹത്ത തുക്കീമു തൗറാത്ത വൽ ഇഞ്ചീല വമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും എന്നാണ് ഖുർആനിലുള്ളത്. അവിടെ തൗറാത്ത് ഇഞ്ചീലും കഴിഞ്ഞിട്ട് പിന്നീട് വമാ ഉൻസില ഇലൈക്കും എന്ന് പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് സൂറത്ത് മായിദയിലെ ഈ ആയത്തിൽ, അതായത് 566 ആയത്തിൽ പറയുന്നത്. ഇവിടെ ഖുർആനെ അദ്ദേഹം അവഗണിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തൗറാത്ത് ഇഞ്ചീലും അനുസരിച്ച് ജീവിച്ചാലും രക്ഷ കിട്ടുമെന്ന് പറയുന്നതിന് വിരുദ്ധമാണ് ഇവിടെ വമാ ഉൻസില ഇലൈക്കും എന്ന് പറയുന്ന ആയത്തിലെ പരാമർശം എന്നുള്ളത്. ഖുർആന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അറബി ഭാഷ അറിയാവുന്ന ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് പൊരുളുകാരൻ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. ഇനി സൂറത്ത് ആല ഇമ്രാനിലുള്ള ലൈസു സവാ എന്നുള്ള മറ്റൊരായത്താണ്. വേദക്കാർ എല്ലാവരും ഒരുപോലെയല്ല, അവരിൽ ദൃഢചിത്തരായ ഒരു വിഭാഗമുണ്ട്. പാതിരാവുകളിൽ വേദം വായിക്കുന്നവർ, ദൈവത്തെ വണങ്ങുന്നവർ എന്ന് പറയുന്ന ആയത്താണ്. ലൈസു സവാ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തും ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ ലൈലിന.
അവിടെ യത്തുലൂന ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നല്ലാതെ അവിടെ വേദങ്ങളിലുള്ളതെല്ലാം പാരായണം ചെയ്യുന്ന ഖുർആൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ബൈബിളിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണോ? അത് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ? മറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്നുള്ളത് പൊരുളുകാരൻ വ്യക്തമാക്കേണ്ടതാണ്. ബൈബിള് തീർത്ത് ദൈവിക വചനമാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് ഖുർആനും അറിയില്ല വേദവും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഖുർആനിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിന് ന്യായീകരണമായിട്ട് ഖുർആനിലെ ആയത്തുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഗ്രന്ഥകാരൻ തുടർന്നു വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ കയ്യേറ്റം നടത്തിക്കൊണ്ട് യുഹരിഫൂനൽ കലിമ മിൻബഅദി മവാലിഹി യുഹരിഫൂനൽ കലിമ അൻ മവാലിഹി എന്നൊക്കെ ഖുർആൻ ആരെയാണോ അധിക്ഷേപിച്ചിട്ടുള്ളത് അവർ കൈക്കൊണ്ട അതേ സ്വഭാവമാണ് ഇവിടെ അകമ്പൊരുളുകാരനും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. അത് അദ്ദേഹം അംഗീകരിക്കില്ല എന്നുള്ള മറ്റൊരു സംഗതിയാണ്. പക്ഷേ വസ്തുതയായിട്ട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഗതിയല്ല പൊരുളുകാരൻ പറയുന്നതൊന്നും. പൊരുളുകാരൻ അദ്ദേഹം സ്വന്തമായിട്ടൊരു മതം ഉണ്ടാക്കുകയാണ് എന്നുമാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഇതേ സ്വഭാവത്തിൽ ലോകത്ത് പലരും പ്രവർത്തിക്കുന്നുള്ളത് ശരിയാണ്. ദിയാനാത്ത് ഇബ്രാഹിമിയ എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് നാടുകളിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളെ കൂടി കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ. പക്ഷേ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കാലം വരെയുള്ള മുസ്ലിങ്ങളും ചെയ്തു പോന്നിട്ടുള്ളത് ലോകത്തുടനീളം എല്ലാവരിലും ഇസ്ലാം പ്രചരിപ്പിക്കുകയും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആ ഇസ്ലാം അംഗീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യാനുള്ള. ഇത് പഠിപ്പിക്കുന്നത് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് ആര് എന്ത് നാടകം കളിച്ചാലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പൊരുളുകാരനെ അനുകൂലിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ.